വാർത്തയിലേക്കാണ്. ഒരു സുപ്രധാന വാർത്തയിലേക്ക് തന്നെയാണ് ആദ്യം പോകുന്നത്. തിരുവനന്തപുരം കോവളത്ത് വിദേശ വനിതയ്ക്ക് നേരെ ആക്രമണം. റഷ്യൻ സ്വദേശി പൗളിക്കാണ് ഇത്തരത്തിൽ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. കടിയേറ്റ യുവതിക്ക് തിരുവനന്തപുരം CHCയിൽ ചികിത്സ നൽകിയെന്നതടക്കമുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. തിരുവനന്തപുരം കോവളത്ത് വിദേശ വനിതയ്ക്ക് തെരുവുനായയുടെ ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നത്. വിവരങ്ങളുമായി ഫൈസൽ അസീസ് ചേരുന്നുണ്ട്. ഫൈസൽ, എപ്പോഴാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്? കാർത്തു, അല്പസമയം മുമ്പാണ് ഈ വാർത്ത പുറത്തു വന്നത്. അതായത് വിദേശ വനിതയായ റഷ്യൻ യുവതിയായ പൗളിനിക്കാണ് ഈ തെരുവുനായയുടെ കടിയേറ്റിരിക്കുന്നത്. കോവളത്ത് നിന്നാണ് സംഭവം. കോവളത്ത് ബീച്ചിന് സമീപമെന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ നിന്നാണ് ഈ പൗളിനിക്ക് തെരുവുനായയുടെ കടിയേൽക്കുന്നത്. അതായത് ഈ തെരുവുനായ വിഷയത്തിൽ സുപ്രീം കോടതിയുടെ ഒരു നിർദ്ദേശം കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നതിനിടെയാണ് വീണ്ടും ഒരു വിദേശ വനിതയ്ക്ക് കേരളത്തിൽ നിന്നൊരു തെരുവുനായയുടെ കടിയേൽക്കുന്നത് എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അതായത് ഈ തെരുവുനായ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി ചില നിർദ്ദേശങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ തെരുവുനായകളെ പിടികൂടി വന്ധ്യംകരിച്ച് അവയെ മറ്റ് ഷെൽട്ടറിൽ ഒരു പ്രത്യേക കേന്ദ്രത്തിലേക്ക് മാറ്റണം എന്നൊക്കെ രീതിയിലുള്ള ഒരു സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനിടെയാണ് ഇത്തരത്തിൽ തെരുവുനായയുടെ വിദേശ വനിതയ്ക്ക് തെരുവുനായയുടെ കടി ഏൽക്കുന്നത്. അത് വലിയൊരു സംഭവമായി തന്നെ ഇപ്പോൾ മാറിയിരിക്കുകയാണ്. അതായത് ഈ കേരളം സന്ദർശിക്കാനെത്തിയ അല്ലെങ്കിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊക്കെ സന്ദർശിക്കാനെത്തിയ വിദേശ വനിതക്കാണ് തെരുവുനായയുടെ കടി ഏൽക്കുന്നത്. കോവളത്ത് ബീച്ചിന് സമീപത്താണ് കടിയേറ്റത്. സമീപത്ത് നിന്നാണ് ഈ യുവതിക്ക് കടിയേറ്റതെന്നാണ് മനസ്സിലാക്കുന്നത്. റഷ്യൻ സ്വദേശിയായ പൗളിനിക്കാണ് കാലിൽ കടിയേറ്റത്. ഇവരെ ഇപ്പോൾ തിരുവനന്തപുരത്തെ CHC സെൻറ്ററിലേക്ക് പ്രാഥമിക ചികിത്സ നൽകിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സുപ്രീം കോടതിയുടെ ഒരു നിർദ്ദേശങ്ങളൊക്കെ ഈ തെരുവുനായ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി നിർദ്ദേശങ്ങളൊക്കെ നിലനിൽക്കുന്നതിനിടെയാണ് കേരളത്തിൽ വീണ്ടും ഒരു തെരുവുനായ ആക്രമം ഉണ്ടായിരിക്കുന്നത്. ശരി, വ്യക്തമാണ്. ഫൈസൽ അസീസാണ് വിവരങ്ങൾ നൽകിയത്.